കേരളീയരുടെ സാമ്പത്തിക ബോധത്തിൽ സ്വർണത്തിന് എക്കാലവും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കേവലം ഒരു ആഭരണം എന്നതിലുപരി ആപൽഘട്ടങ്ങളിൽ തുണയാകുന്ന ഒരു സുരക്ഷാ കവചമായാണ് നാം സ്വർണത്തെ കാണുന്നത്. എന്നാൽ 2025 അവസാനം എത്തി നിൽക്കുമ്പോൾ സ്വർണ്ണവില ഒരു പവന് 1,00,000 രൂപ എന്ന ചരിത്രപരമായ നാഴികക്കല്ലിലേക്ക് എത്തുകയാണ്. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ നിക്ഷേപകരുടെ മനസ്സിൽ ഉയരുന്ന പ്രധാന ചോദ്യം കൈവശമുള്ള സ്വർണം വിൽക്കണോ അതോ ഇനിയും വാങ്ങണോ എന്നും അതോ വെള്ളിയിലാണോ ഇനി നിക്ഷേപിക്കേണ്ടത് എന്നുമാണ്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിപണി സാധ്യതകളെക്കുറിച്ചും വരാനിരിക്കുന്ന 2026 വർഷത്തെ മുൻനിർത്തിയുള്ള ഒരു നിക്ഷേപ തന്ത്രത്തെക്കുറിച്ചും നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. ആഗോള വിപണിയിലെ ചലനങ്ങളാണ് പ്രാദേശിക വിപണിയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. നിലവിൽ സ്വർണ്ണവില കുതിച്ചുയരാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിക്ഷേപകരെ സുരക്ഷിതമായ ആസ്തി എന്ന നിലയിൽ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രൂപയുടെ മൂല്യം ഇടിയുമ്പോഴും സാധന സാമഗ്രികളുടെ വില കൂടുമ്പോഴും സ്വർണം അതിൻ്റെ മൂല്യം നിലനിർത്തുന്ന പണപ്പെരുപ്പ വിരുദ്ധ സ്വഭാവം രണ്ടാമത്തെ കാരണമാണ്. കൂടാതെ ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ധനശേഖരത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിലവർദ്ധനവിന് ആക്കം കൂട്ടുന്നു. ഇന്ത്യൻ വിപണിയിൽ ഒരു പവൻ 1,00,000 രൂപയിലേക്ക് എത്തുമ്പോൾ ഇത് കേവലം ഒരു സംഖ്യയല്ല, മറിച്ച് സാധാരണക്കാരൻ്റെ നിക്ഷേപ രീതികളിൽ വലിയ മാറ്റം വരുത്തേണ്ട ഒരു സൂചനയാണ്. വില റെക്കോർഡ് നിലവാരത്തിൽ എത്തി നിൽക്കുമ്പോൾ ലാഭമെടുക്കാൻ പലർക്കും തോന്നുന്നുണ്ടാകും. എന്നാൽ വിൽക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അടിയന്തരമായി പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ആയി വലിയൊരു തുക ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ വിൽക്കുന്നത് ലാഭകരമാണ്. നിങ്ങളുടെ ആകെ സ്വർണ്ണശേഖരത്തിൻ്റെ 30 മുതൽ 40% വരെ മാത്രം വിറ്റ് ലാഭം ഉറപ്പാക്കുന്നത് ഒരു ബുദ്ധിപരമായ നീക്കമായിരിക്കും. എന്നാൽ വെറുതെ വില കൂടിയല്ലോ എന്ന് കരുതി മുഴുവൻ സ്വർണവും വിൽക്കരുത്. കാരണം വരും വർഷങ്ങളിലും സ്വർണ്ണവില കുറയാനുള്ള സാധ്യതകൾ ആഗോള സാമ്പത്തിക വിദഗ്ധർ കാണുന്നില്ല. സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് അത് കൈവശം വയ്ക്കുന്നതാണ് ഉചിതം. സ്വർണ്ണവില ഇത്രയും ഉയർന്നു നിൽക്കുമ്പോൾ വലിയൊരു തുക ഒറ്റയടിക്ക് നിക്ഷേപിക്കുന്നത് അപകടകരമാണ്. വിപണിയിൽ ചെറിയൊരു തിരുത്തൽ വന്നാൽ അത് നഷ്ടമുണ്ടാക്കിയേക്കാം. അതിനാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് രീതികൾ പിന്തുടരുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോ മാസവും നിശ്ചിത തുകയ്ക്കോ അല്ലെങ്കിൽ നിശ്ചിത ഗ്രാം സ്വർണമോ വാങ്ങുന്ന രീതി പിന്തുടരുന്നത് വിലയിലെ ഏറ്റക്കുറച്ചിലുകളെ അതിജീവിക്കാൻ സഹായിക്കും. കൂടാതെ ആഭരണങ്ങളായി വാങ്ങുമ്പോൾ പണിക്കൂലി വരുന്നത് ഒഴിവാക്കാൻ ഗോൾഡ് കോയിനുകളോ ബാറുകളോ അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ടുകളോ തിരഞ്ഞെടുക്കാവുന്നതാണ്. സ്വർണത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുമ്പോൾ നിശബ്ദമായി കുതിച്ചുയരുന്നത് വെള്ളിയാണ്. നിക്ഷേപ ലോകത്ത് വെള്ളി ഒരു ഉയർന്ന റിസ്ക്കും ഉയർന്ന ലാഭസാധ്യതയുള്ള ആസ്തിയായാണ് അറിയപ്പെടുന്നത്. സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിക്ക് വ്യവസായ മേഖലയിൽ വലിയ ഡിമാൻഡുണ്ട്. സോളാർ പാനലുകൾ, ഇലക്ട്രിക്കൽ ചിപ്പുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയിൽ വെള്ളി ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ലോകം ഗ്രീൻ എനർജിയിലേക്ക് മാറുമ്പോൾ വെള്ളിയുടെ ആവശ്യം ഇരട്ടിയാകും എന്നത് ഇതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. സ്വർണം 1 ഗ്രാം വാങ്ങാൻ ആയിരക്കണക്കിന് രൂപ വേണമെങ്കിൽ വെള്ളി കുറഞ്ഞ തുകയ്ക്ക് വലിയ അളവിൽ വാങ്ങാം എന്നത് സാധാരണ നിക്ഷേപകർക്ക് വലിയൊരു ആശ്വാസമാണ്. വെള്ളിയുടെ വില പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യും എന്നതിനാൽ വിപണി കയറുമ്പോൾ സ്വർണത്തേക്കാൾ വേഗത്തിൽ വെള്ളി വില ഉയരാറുണ്ട്. ഇത് ചുരുങ്ങിയ കാലയളവിൽ ലാഭം ലക്ഷ്യമിടുന്നവർക്ക് ഗുണകരമാണ്. സ്വർണവും വെള്ളിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പല വ്യത്യാസങ്ങളുമുണ്ട്. സ്വർണം കൂടുതൽ സ്ഥിരതയുള്ള ലോഹമാണെങ്കിൽ വെള്ളി അസ്ഥിരതയുള്ള ഒന്നാണ്. ദീർഘകാല സുരക്ഷയ്ക്കാണ് നിങ്ങൾ മുൻഗണന നൽകുന്നതെങ്കിൽ സ്വർണം തന്നെയാണ് നല്ലത്. എന്നാൽ ഹ്രസ്വകാല ലാഭവും ഒപ്പം സുരക്ഷയുമാണ് ലക്ഷ്യമെങ്കിൽ വെള്ളി പരിഗണിക്കാം. സ്വർണം കുറഞ്ഞ സ്ഥലത്ത് വലിയ മൂല്യത്തോടെ സൂക്ഷിക്കാം എന്ന ഗുണമുണ്ട്. എന്നാൽ വെള്ളി വലിയ അളവിലായതിനാൽ കൂടുതൽ സ്ഥലം ആവശ്യമായി വരും. ഉദാഹരണത്തിന് 1 കിലോ സ്വർണത്തിന് നൽകുന്ന മൂല്യം വെള്ളിയായി വാങ്ങണമെങ്കിൽ ഏകദേശം 70 കിലോയോളം വെള്ളി വാങ്ങേണ്ടി വരും. ഇത് പ്രായോഗികമായി വീട്ടിൽ സൂക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ സിൽവർ EDFകൾ പോലെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. നിങ്ങളൊരു നിക്ഷേപകൻ എന്ന നിലയിൽ 2026 തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൃത്യമായി ക്രമീകരിച്ചിരിക്കണം. സ്ഥിരത ആഗ്രഹിക്കുന്നവർ നിക്ഷേപത്തിൻ്റെ ഭൂരിഭാഗവും സ്വർണത്തിൽ നിലനിർത്തുന്നതാണ് ഏറ്റവും ഉചിതം. ഇത് നിങ്ങളുടെ സമ്പത്തിനെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കും. എന്നാൽ കൂടുതൽ ലാഭം ആഗ്രഹിക്കുന്നവർ മൊത്തം നിക്ഷേപത്തിൻ്റെ 10-20% വെള്ളിക്കായി മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. വെള്ളിയുടെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് വർദ്ധിക്കുന്നത് വഴി 2026 വലിയൊരു ലാഭം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. സ്വർണവും വെള്ളിയും 2 വ്യത്യസ്ത ആവശ്യങ്ങൾ നിറവേറ്റുന്ന ലോഹങ്ങളാണ്. സ്വർണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയും പാരമ്പര്യവുമാണെങ്കിൽ വെള്ളി നിങ്ങളുടെ നിക്ഷേപത്തിന് വേഗത നൽകുന്ന ഒരു ഇന്ധനമാണ്. വരും വർഷങ്ങളിൽ വിപണിയുടെ ചാഞ്ചാട്ടങ്ങളെ ഭയപ്പെടാതെ വ്യക്തമായ ലക്ഷ്യത്തോടെയും അച്ചടക്കത്തോടെയും നിക്ഷേപം തുടരുന്നവരാണ് വിജയിക്കുക.
നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വലിയൊരു തുകയുണ്ടെങ്കിൽ അത് മുഴുവൻ സ്വർണത്തിലോ വെള്ളിയിലോ ഇടുന്നതിന് പകരം ഘട്ടം ഘട്ടമായി നിക്ഷേപിച്ചു തുടങ്ങുന്നതാണ് ബുദ്ധി. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചുള്ള ഒരു മിശ്രിത നിക്ഷേപ രീതി സ്വീകരിക്കുന്നത് 2026 നിങ്ങൾക്ക് മികച്ച നേട്ടം നൽകും.